എരുമേലിയിൽ സ്ഥാപിക്കുന്ന വാപുരസ്വാമി ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ നിർമ്മാണം അല്പസമയത്തിനകം ആലപ്പുഴയിൽ ആരംഭിക്കും. ശബരിമലയിലെ കൊടിമരമടക്കം നിർമ്മിച്ച കടപ്ര പരുമല സ്വദേശി അനന്തൻ ആചാരിയാണ് പഞ്ചലോഹത്തിലുള്ള വിഗ്രഹം നിർമ്മിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, പറയൂ. ദേവപ്രശ്നത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ എരുമേലിയിൽ നിർമ്മിക്കുന്ന വാപുരസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ബാലാലയ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതിനായി ഇപ്പോൾ ഭദ്രദീപം തെളിച്ചുകൊണ്ട് അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പൂജകളടക്കമുള്ള ഗണപതിഹോമം അടക്കമുള്ള വിശേഷാൽ പൂജകൾ നടത്തി അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ഇതിനായി നിരവധി ഭക്തർ, ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ എല്ലാ സാന്നിധ്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് അതിന് ശേഷമാണ് അതിൻ്റെ വിഗ്രഹത്തിനായുള്ള നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഇത് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കടപ്പുറയിലുള്ള പരുമല കടപ്പുറയിലുള്ള അനന്തൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ശബരിമലയിലെ കൊടിമരമടക്കം നിരവധി ക്ഷേത്രങ്ങളിലെ വിഗ്രഹ നിർമ്മാണമടക്കം നടത്തിയിട്ടുള്ള ആളാണ് ഈ അനന്തൻ ആചാരി. അദ്ദേഹമാണ് ഈ വിഗ്രഹവും നിർമ്മിക്കുന്നത്. ബാലാലയ പ്രതിഷ്ഠയ്ക്കായുള്ള വിഗ്രഹത്തിൻ്റെ നിർമ്മാണം ഇന്ന് ഇതിൻ്റെ ആരംഭം കുറിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് ബാലാലയ പ്രതിഷ്ഠയ്ക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, വലിയ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ദേവപ്രശ്നം നടത്തി അതിൻ്റെ വിധിപ്രകാരം ഇങ്ങനെയൊരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്കുള്ള സമർപ്പണങ്ങളും ഭക്തരുടെ സമർപ്പണങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ നടക്കും. ഇപ്പോൾ നമുക്ക് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ വിജി തമ്പി ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് ചോദിക്കാം. ഇങ്ങനെ ഒരു ക്ഷേത്ര നിർമ്മാണം അത് ഏത് രീതിയിലാണ് അതിൻ്റെ ബാലാലയ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നു കഴിഞ്ഞ് എന്താണ് സംബന്ധിച്ച് പറയാവുന്നത്? സ്വാമിയേ ശരണമയ്യപ്പ. കേരളത്തിൽ നിന്നല്ല, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് ധർമ്മശാസ്താവിൻ്റെ പ്രധാന സേവകനായ വാപുരസ്വാമിക്കൊരു ആസ്ഥാനം വേണമെന്നുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും സ്വാഭിമാനികളായ ഒരുപാട് ഹിന്ദുക്കളുടെ ഒരു പ്രാർത്ഥന കൊണ്ടും ഇപ്പോൾ അത് പ്രാവർത്തികമാകാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമാണ് നടക്കുന്നത് ബാലാലയ പ്രതിഷ്ഠ. ബാലാലയ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ ക്ഷേത്രം ഉണ്ടാവുക. ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വിഗ്രഹ നിർമ്മാണത്തിൻ്റെ തുടക്കമാണെന്ന് ആ ഒരു ശുഭമുഹൂർത്തത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം. അയ്യപ്പസ്വാമിയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഒന്നുമല്ല, ഭഗവാൻ പറയുന്നു, ഞങ്ങൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. സ്വാമി ശരണം. നിർമ്മാണം നടത്തുന്നതും ശബരിമലയിലെ കൊടിമരമടക്കം നിർമ്മിച്ചിട്ടുള്ള ശില്പിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി അല്ലേ അത് ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തത്? ഇത്രയും കാര്യങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിലെ വിഗ്രഹ നിർമ്മാണമൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയല്ലേ ഇത്? അല്ല, അതും എല്ലാം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് ചെയ്യുന്നത്. പത്മനാഭ ശർമ്മ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ദേവജ്ഞനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ദേവപ്രശ്നം വെച്ചിട്ട് 400 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ക്ഷേത്രമായിരുന്നത്. അതേ സ്ഥലത്ത് 400 വർഷം മുമ്പ് അത് ഉണ്ടായിരുന്നു. വാപുരസ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അയ്യപ്പസ്വാമി തന്നെ പറഞ്ഞ് ചെയ്യിച്ച ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രം നഷ്ടപ്പെട്ടു പോയി. ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഓരോ കാര്യങ്ങളും എല്ലാ അയ്യപ്പസ്വാമിയുടെ തീരുമാനമനുസരിച്ചാണ്. സ്ഥപതി ശ്രീ ശിവനാചാര്യാണ്. അദ്ദേഹമാണ് ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയും വിഗ്രഹത്തിൻ്റെ രൂപകൽപ്പനയും. അതുപോലെ അനന്തനാചാര്യയും അദ്ദേഹത്തിൻ്റെ മകൻ അനുഅനന്തനും അവരാണ് ഈ ശബരിമല ഉൾപ്പെടെയുള്ള അവിടുത്തെ കൊടിമരം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങളും കൊടിമരങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമലയുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ട് തന്നെ അവരെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയും തിരഞ്ഞെടുത്തത്. എല്ലാം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ചെയ്യുന്നു. നിസ്സാര കാര്യങ്ങൾ പോലും ഭഗവാന്റെ ഇച്ഛ നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഭഗവാൻ ചെയ്യുന്നു, ഞങ്ങൾ പുറകെ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കുന്നു. അത്രയേ ഉള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ ഒരു ചിരകാല അഭിലാഷമാണ്. അതിലുപരി അയ്യപ്പ ഭക്തരുടെ ആ ഒരു പ്രാർത്ഥന, അതിന് അയ്യപ്പൻ തന്നെ മുന്നോട്ട് വന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്നതാണ് പറയാൻ കഴിയുന്നത്. വാപുരസ്വാമി ഈ 400 ഇവിടെ അയ്യപ്പസ്വാമിയെക്കുറിച്ചോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെ കുറിച്ചോ അറിയുന്ന ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഏകദേശം 400 വർഷം മുമ്പ് എഴുതപ്പെട്ട ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥമാണ്. പന്തളത്തിലെ ഒരു തമ്പുരാൻ തന്നെയാണത് എഴുതിയിരുന്നത്. അതിലാണ് വാപുരസ്വാമി ആരാണെന്നും അയ്യപ്പസ്വാമിയായിട്ടും ധർമ്മശാസ്താവുമായിട്ടും വാപുരസ്വാമിക്കുള്ള ബന്ധം എന്താണെന്നും എല്ലാം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വാപുരസ്വാമിയുടെ ധ്യാനം ഉൾപ്പെടെ ആ ധ്യാനത്തിൽ നിന്നാണ് ഈ രൂപം
ഞങ്ങൾക്ക് കണ്ടെത്തി. കാരണം ലോക ചരിത്രത്തിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാര്യം പല ക്ഷേത്രങ്ങളിലും പല വിഗ്രഹങ്ങളും നമ്മൾ നിർമ്മിക്കാറുണ്ട്. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാകുമ്പോൾ ചതുർബാഹുവായിട്ടുണ്ടാക്കും, അല്ലെങ്കിൽ പല രീതിയിലും. ശിവലിംഗമാണെങ്കിൽ ശിവലിംഗം വരും, അല്ലെങ്കിൽ ദേവി വിഗ്രഹങ്ങൾ, അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം, ധർമ്മശാസ്ത്ര വിഗ്രഹം പലതും വരുമെങ്കിലും വാവുരസ്വാമിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു ഉപാധിയായിട്ട്, അതായത് വിഗ്രഹമായിട്ട് പുറത്തു വരുന്നത്. അതുവരെ ധ്യാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ധ്യാനത്തിൽ നിന്നും ഇന്ന് വിഗ്രഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതാണ് ചരിത്ര മുഹൂർത്തമായി ഇത് മാറുന്നത്. അതെല്ലാം അയ്യപ്പസ്വാമിയുടെ കടാക്ഷം തന്നെയാണ്. വാവുരസ്വാമിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിഗ്രഹമാണ് ഇന്നിവിടെ നിർമ്മിക്കുന്നത്. അതിൻ്റെ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള വിഗ്രഹത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ പോകുന്നു. അതിനു മുമ്പ് ഗണപതിയെ ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും അത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിരകാല അഭിലാഷമാണ്. അത് ദേവപ്രശ്നത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൃത്യമായും മറ്റ് നമ്മുടെ ഐതിഹ്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം സ്ഥാപിക്കുന്ന വാവുരസ്വാമി ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ നിർമ്മാണം ആരംഭിക്കുന്നു. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.